മുനമ്പം കമ്മീഷന് തുടരാമെന്ന് വ്യക്തമാക്കിയുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് മുനമ്പം വിഷയത്തിൽ അന്തിമ വിധിയാണെന്ന് മുനമ്പം കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ. മുനമ്പത്തെ ഭൂമി വഖഫാണോ അല്ലയോ എന്നതായിരുന്നു വിഷയം. ഭൂമി വഖഫ് അല്ല എന്ന കോടതി നിരീക്ഷണം സുപ്രധാനമാണ്. മെയ് 30 മുമ്പായി കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്ന് ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ പറഞ്ഞു. മുനമ്പത്തെ ഭൂമി വഖഫിന്റേതാണോ അല്ലയോ എന്നതായിരുന്നു പ്രധാനമായും തെളിയേണ്ടിയിരുന്നത്. ഭൂമി വഖഫിന്റേതല്ലെന്ന കോടതിയുടെ കണ്ടെത്തൽ നിർണായകമാണ്. സിംഗിൾ ബെഞ്ച് പരിഗണിച്ചതിനേക്കാൾ വിശദമായി ഡിവിഷൻ ബെഞ്ച് വിഷയം പരിശോധിച്ചു. ഹൈക്കോടതി വിധി സുപ്രീം കോടതി കൂടി അംഗീകരിച്ചാൽ മുനമ്പത്തെ ജനങ്ങൾക്ക് ഇനി മറ്റാരുടെയും സഹായം ആവശ്യമില്ലെന്നും റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ പറഞ്ഞു. മുനമ്പം ഇഷ്യൂവിൻ്റെ ഒരു അന്തിമമായിട്ട് വിധിയാണ് ഹൈക്കോടതി ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. മുനമ്പത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ മുനമ്പം പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി ആണോ ഇല്ലയോ എന്നുള്ളതാണ്. ഒരു ഗിഫ്റ്റ് ഡീഡാണോ, ഇഷ്ടദാനമാണോ, ഫറൂഖ് കോളേജിന് കൊടുത്തത്, അതേ ഒരു വഖഫ് ക്രിയേഷൻ ആണോ എന്നുള്ളതാണ് ചോദ്യം. ഒരു സിംഗിൾ ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ചുറ്റും ഇരിക്കും എല്ലാം. അതിലിപ്പം ആധികാരികമായിട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഒരു ജഡ്ജ്മെൻറ്റ് പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസുണ്ടായതും ഈ മുനമ്പം കമ്മീഷൻ ഉണ്ടായതും. കോടതി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് മുഴുവൻ പോയി എല്ലാ കാര്യങ്ങളും കോടതി കേട്ട് മനസ്സിലാക്കി കോടതിയുടെ അഭിപ്രായം പറഞ്ഞു. അങ്ങനെ മാറ്റർ ഗോട്ട് ഡിസൈഡഡ് ഓൺ മെറിറ്റ്. ഈ വിധി ശരിവെച്ചാൽ പിന്നെ മുനമ്പംകാർക്ക് ആരും ഒരു സഹായം ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒറ്റ വിധിയുണ്ട് എല്ലാത്തിൻ്റെയും അവസാനം. മുനമ്പം കമ്മീഷന് തുടരാമെന്ന താൽക്കാലികമായ ഉത്തരവ് ലഭിച്ചപ്പോൾ തന്നെ കമ്മീഷൻ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. ഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട് എല്ലാവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് മെയ് 30 കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നതായും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ വ്യക്തമാക്കി. ഡിവിഷൻ ബെഞ്ചിൻ്റെ താൽക്കാലിക ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകും. കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കി ഗവൺമെൻറ് കൊടുക്കുകയും ചെയ്തു. ഇനി ആ കമ്മീഷൻ റിപ്പോർട്ടിൽ നടപടി പരിഗണിക്കുമ്പോൾ ഗവൺമെൻറ്റിന് എന്തെങ്കിലും കമ്മീഷൻ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നോ റിപ്പോർട്ട് കൊടുക്കണമെന്നോ പറയുകയാണ് ചെയ്യാവുന്നല്ലാതെ ഗവൺമെൻറ് പറയണത് ചെയ്യല്ലാതെ ഇനി കമ്മീഷൻ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കോടതി അറിഞ്ഞിട്ടില്ലായിരിക്കും കമ്മീഷൻ അന്തിമ റിപ്പോർട്ട് കൊടുത്ത കാര്യം. അതുകൊണ്ടാണ് കോടതി കമ്മീഷൻ പ്രവർത്തനം മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞത്. വഖഫ് നിയമ ഭേദഗതി വന്നതോടെ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ വഖഫ് ട്രൈബ്യൂണലാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടതെന്ന അവസ്ഥയിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. അതിനാലാണ് ഹൈക്കോടതിക്ക് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് കണ്ടെത്താൻ കഴിഞ്ഞതെന്നും CN രാമചന്ദ്രൻ നായർ കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, കൊച്ചി.